ഹലോ ഗേസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റൂം മാച്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ മോൺസ്റ്റർ ചേട്ടൻ്റെ കൂടെ കളിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ഞാനാണെങ്കിൽ ഡെസേർട്ട് ഈഗിളും M18 വുഡ് പെക്കറും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലൂ വാള് അത്ര വെച്ച സാധനങ്ങൾ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് അടിക്കാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വല്ല കണ്ടൻറ്റുകൾ ഇടാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് കണ്ടൻറ്റുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത്രയേ പറയാനുള്ളൂ. ഞാനാണെങ്കിൽ ഞാനും എൻ്റെ അനിയനും പിന്നെ മോൺസ്റ്റേട്ടനും, എനിമി മോൺസ്റ്റേട്ടനാണ്. ഓക്കെ, മോൺസ്റ്റേട്ടനും കൂടെ ഒരു 1 മിനിറ്റ് കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മോൺസ്റ്റേട്ടൻ്റെ ഹെഡ് ഷോട്ടൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട് ആണ് മോൺസ്റ്റേട്ടൻ കളിക്കാൻ പറഞ്ഞത്. അപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് കണ്ടൻറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മോൺസ്റ്റേട്ടൻ പറഞ്ഞു എന്നാൽ ഒന്നും കൂടെ സെറ്റാക്കാമെന്ന്. അങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ടീമിനാണ്. ഞാനാണെങ്കിൽ നേരെ വുഡ്പക്കർ എടുത്തിട്ട് പതുക്കെ വെടിവെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നേരെ ഓടിൻ്റെ മണ്ടയിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴേക്കും മോൺസ്റ്റേട്ടൻ താഴത്തേക്ക് അടിയാ. ഞാൻ മോൺസ്റ്റേട്ടനെ വെടിവെക്കാൻ വന്നു, പക്ഷെ അന്നപ്പോഴേക്കും ആ ടയർ കാരണം ഞാൻ നേരെ തിരിച്ച് പറന്നുപോയി. അന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ M18 എടുത്തിട്ട് മോൺസ്റ്റേട്ടനെ വെടിവെക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടെ നോക്കി, ഒന്നും കൂടെ വെടിവെച്ചു, പക്ഷെ കയറിയില്ല. ഒന്നുകൂടെ വെടിവെച്ചു, കയറിയില്ല. ഒന്നുകൂടെ വെടിവെച്ചു, അതും കയറിയില്ല. പിന്നെ ഗൈസ് ഞാനും എൻ്റെ സെൻസിറ്റിവിറ്റി മാറിയ പിന്നെ എൻ്റെ ഹെഡും അത്ര ഒന്നും കയറുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഹെഡും കൂടെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, ഞാൻ പിന്നെ വുഡ്പക്കർ എടുത്തിട്ട് വരുമ്പോൾ തന്നെ വെടിവെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അബോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം സോൺ വന്നുകൊണ്ട് മോൺസ്റ്റേട്ടൻ എൻ്റെ അടുത്തിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് പുറത്തേക്ക് വരാൻ. ഞാൻ നോക്കിയപ്പോൾ ഇത് അവിടെ മോൺസ്റ്റേട്ടൻ ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയ സമയത്ത് പെട്ടെന്ന് മോൺസ്റ്റേട്ടൻ സോൺ ഔട്ട് പോയി. കാരണം ഗ്ലൂ വാൾ ഇട്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു മണ്ടത്തരം കാരണം പോയി. അത് ഞങ്ങളുടെ മണ്ടത്തരാണ് കേസൊക്കെ. ഞങ്ങൾ ഗ്ലൂ വാൾ ട്രാപ്പ് ഇട്ടുകൊണ്ടാണ്. അങ്ങനെ സെക്കൻഡ് കളി കാര്യങ്ങൾ തുടങ്ങി. ഞാൻ EP അതും ഇതൊക്കെ എടുത്തു. കാരണം എൻ്റെ കയ്യിൽ ഉള്ളത് മറ്റേ ഇവനായതാ ഒറിയോ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തു. ഞാൻ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഒന്ന് മൂവ്മെൻ്റ് ഒക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കണം. ഓക്കെ, ഞാൻ ഡെസേർട്ടും വുഡ് പെക്കറും അതും ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ബൈ ദ വേ. ഞാൻ പിന്നെയും വന്നു, ഞാൻ ചുമ്മാ വെടിവെച്ചു, നൈസ് ട്രൈ. പിന്നെയും വന്നു വെടിവെച്ചു. അങ്ങനെ നിൽക്കുമായിരുന്നു ദിവസമൊക്കെ. ഞാനാണെങ്കിൽ ഡെസേർട്ട് വെച്ചിട്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ 1 ടാപ്പ് ഇങ്ങനെ അടിക്കാം, അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. ഞാൻ വന്നപ്പോൾ വന്നോ മോൺസ്റ്റർ. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു 1 ടാപ്പ് കൊടുത്തു. അന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ ഇരുന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തൊരു ക്ലോക്ക് ടവർ ആയിരുന്നു. ഓക്കെ, ക്ലോക്ക് ടവറിൽ ഞാൻ മെഡിക്കറ്റ് പെർക്ക് അത് അങ്ങനെ നച്ചറപ്പിച്ച സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ പിന്നെ എന്നിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ സ്വിച്ചും ചെയ്ത് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ അനിയനാണ് വൈദവി എൻ്റെ കൂടെ ഉള്ളത്. ഓക്കെ, എൻ്റെ അനിയനുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. ഞാൻ ഡെസേർട്ട് ഇട്ട് ഒന്നും കൂടെ ഒന്ന് കളിക്കേണ്ട എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ചുമ്മാ ഡെസേർട്ട് വെച്ച് ഒരു കാര്യവും ഇല്ലാണ്ട് ഞാൻ 2-3 വട്ടം വെടി വെച്ചിട്ട് ഞാൻ നേരെ വുഡ് പെക്കർ എടുത്തിട്ട് ആണ് ഞാൻ മറ്റേ ഷോർട്ട് റേഞ്ച് കളിക്കുവാണെങ്കിൽ M18 എടുക്കാമെന്ന് പറഞ്ഞിട്ട് M18 എടുക്കുന്നത്. ഞാനാണെങ്കിൽ അന്നപ്പോഴേക്കും കുറച്ച് അകലായിരുന്നു മോൺസ്റ്റർ. അതുകൊണ്ട് ഞാൻ വുഡ് പെക്കർ എടുത്തു. ഞാനും മോൺസ്റ്ററിനെ വെടിവെക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. എൻ്റെ അനിയനാണെങ്കിൽ മേളിട്ട് ഗ്ലൂ വാളും കൊണ്ട് എന്തോ കാണിക്കായിരുന്നു. അപ്പോൾ മോൺസ്റ്റർ വന്നു, ഞാൻ വെടിവെച്ചു, കൊണ്ടില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത് വെടിവെച്ചു, അതും കൊണ്ടില്ല. രണ്ടാമത് കുത്തിപ്പിടിക്കുകയായിരുന്നു ഇത് പോയി. എന്നിട്ട് മൂന്നാമത് വെടിവെച്ചു, അതും കൊണ്ടില്ല. നാലാമത് വെടിവെച്ചു, അതും കൊണ്ടില്ല. അപ്പോഴേക്കും ഞാൻ M18 എടുത്ത് ഞാൻ ചാടാൻ വിചാരിച്ചു. അപ്പോഴേക്കും ഒന്നാമത് വെടിവെച്ചു, രണ്ടാമത് വെടിവെച്ചു. അപ്പോഴേക്കും എങ്ങനെയോ കയറിയിട്ടുണ്ടായിരുന്നു ഈസൊക്കെ. അപ്പോൾ ഡ്രാഗ് ചെയ്തപ്പോൾ കയറി. അങ്ങനെ മൂന്നാമത്തെ കളിയും എടുത്തു. പിന്നെ മോൺസ്റ്ററിൻ്റെ കളിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അതായത് മോൺസ്റ്ററിൻ്റെ ഗ്രിപ്പ് ജസ്റ്റ് ഒന്ന് കിട്ടില്ല, അത് വേറെ ആളിന് എന്തോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെൻസിറ്റിവിറ്റി മോൺസ്റ്ററിൻ്റെ പോയിരുന്നു. അതുകൊണ്ടാണ് കേസൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കളി എടുക്കുന്നത്. അല്ലെങ്കിൽ എന്നെ എപ്പോഴും അടിച്ചിട്ടുണ്ടെന്ന് അറിയോ. അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കണ്ണൊക്കെ സ്വിച്ച് ചെയ്തൊന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ
അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരെ ഡെസേർട്ട് എടുത്തിട്ട് ഒന്ന് സ്വിച്ച് ചെയ്ത് കളിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ സോ ഞാൻ നേരെ ഇവിടെ വന്നപ്പോൾ ഒന്ന് വെടി വെച്ചു. ആ ടൈമിൽ ഞാൻ മോൺസ്റ്റേട്ടനെ കാണാമല്ലോ. അപ്പോൾ അതെ ഞാൻ വന്നപ്പോൾ ഞാൻ മോൺസ്റ്റേട്ടൻ കാണാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് ഇതേ മോൺസ്റ്റേട്ടൻ കയറി വന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ വാൾ ഇട്ടപ്പോഴാണ് ഗൈസ് എനിക്കൊരു പ്രശ്നം. അതായത് എനിക്ക് നല്ല ലാഗായിരുന്നു ഈ ടൈമിൽ. എനിക്കാണെങ്കിൽ നല്ല ലാഗ് അടിക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ നേരെ വെടി വെക്കാനും പറ്റുന്നില്ല. ഒരുമാതിരി ഇതിൽ നിൽക്കുകയായിരുന്നു. ഓക്കെ അപ്പം ഞാനാണെങ്കിൽ ഇവിടെ മോൺസ്റ്റേട്ടൻ കണ്ടു. ഞാൻ അടിച്ചു, അത് കൊണ്ടില്ല. സോ എന്നപ്പോഴേക്കും ഞാനും മോൺസ്റ്റേട്ടും കൂടെ താഴത്തേക്ക് വീണു. അന്നേരം എൻ്റെ അനിയനും മേളിലേക്ക് ഇരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ താഴത്തേക്ക് അടി. എന്നപ്പോഴേക്കും എൻ്റെ അനിയൻ ഇഗ്നിസിന് ഇട്ടു. എന്നപ്പോഴേക്കും എൻ്റെ അനിയനെ മോൺസ്റ്റേട്ടൻ ഒരു അടിപൊളി വൺടാപ്പും കാര്യങ്ങളും അടിച്ചിട്ടു. ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാണ്ടാണെങ്കിലും മറ്റേ സംഭവം നോക്കിയിട്ട് എൻ്റെ അനിയനെ പൊക്കുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഒരു 2:18 കൊടുത്തു. അങ്ങനെ നിൽക്കുമായിരുന്നു. മോൺസ്റ്റേട്ടൻ അവിടെ നിന്ന് എന്നെ വെടിവെക്കാനായിട്ട് നോക്കുന്നുണ്ട്. സോ എൻ്റെ അനിയൻ ഒരുമാതിരി വാശി പോലെയായിരുന്നു ഗെയിംസൊക്കെ കളിക്കുന്നത്. അതിന് ഞാൻ വുഡ്പക്കർ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. പക്ഷെ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ M18 എടുത്തിട്ട് കയറി ചെല്ലാമെന്ന് വിചാരിച്ചു. അന്നപ്പോഴേക്ക് മോൺസ്റ്റേട്ടും ഗ്ലൂ വാളും കാര്യങ്ങളും ഇട്ടു. സോ എനിക്കിപ്പോൾ കുറച്ച് ലാഗൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ ഞാനാണെങ്കിൽ നേരെ കുറച്ച് ഡാം കൊടുത്തു. ഒരു 56 കൊടുത്തു, 2:56 കൊടുത്തു. എന്നിട്ട് വെടിവെച്ചു. പക്ഷേ മോൺസ്റ്റേട്ടൻ അറിയാണ്ട് ഗ്ലൂ വാൾ ട്രാപ്പ് ആയ പോലെ എനിക്ക് എന്തോ തോന്നി. അതുകൊണ്ട് ഞാനാണെങ്കിൽ മോൺസ്റ്റേട്ടൻ ഗ്ലൂ വാളൊന്ന് പൊട്ടിച്ചു കൊടുത്തു, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. എന്നപ്പോഴേക്കും ഞാൻ ഇവിടെ ഒന്ന് ഒളിച്ച് നിന്നപ്പോഴാണ് MA2B. എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലൊരു ഐഡിയ വന്നപ്പോഴേക്കും മോൺസ്റ്റേട്ടൻ പുറത്തേക്ക് വന്നുകൊണ്ട് ഞാൻ പിന്നെ ആ ഐഡിയ മനസ്സിൽ വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് വെടിവെച്ചു, അതും കയറിയില്ല. ഞാൻ ജംപ് ഷോട്ട് അടിക്കാൻ വേണ്ടി വിചാരിച്ചു. അതിന് അടുത്ത ഒന്നും കൊണ്ട് അടിച്ചു, അതും കയറിയില്ല. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ വെടിവെച്ചു. പക്ഷെ അത് മറ്റേ കണ്ടെയ്നറിലാണ് ഉണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് കയറി. അതായത് ഞാൻ മറ്റേ സോൺ ഔട്ട് പോയി. ഞാൻ എന്തോ മോൺസ്റ്റേട്ടൻ വന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ ഈ സൈഡിലേക്ക് വന്ന് ഇവിടെ വിളിച്ച് നിന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് മെഡടിക്കാൻ വന്നപ്പോഴേക്കും മോൺസ്റ്റേട്ടൻ ഡെസേർട്ട് വെച്ച് എൻ്റെ തല 2 വിട്ടിട്ടുണ്ട്. നമ്മുടെ മോൺസ്റ്റേട്ടൻ്റെ ഒരു കമ്പാക്ക് ആയിരുന്നു കേസൊക്കെ. അങ്ങനെ നിൽക്കായിരുന്നു. സോ അടുത്ത് ആ ഒരു സ്ഥലത്തായിരുന്നു ഞാൻ നേരെ എനിക്ക് വേണ്ടത് ഡെസേർട്ട് ഈഗിൾ. ഞാൻ തോംസൺ എടുക്കാൻ വന്നപ്പോഴാണ് ഓർത്ത് വേണ്ടത്. പിന്നെ ഞാൻ വുഡ്പക്കർ എടുത്തു. ഇതെടുക്കല്ലേ, ഹെൽമെറ്റും മറ്റേ സംഭവം എടുത്തു, വെസ്റ്റും എടുത്തു. പിന്നെ മറ്റേ ഇതൊക്കെ EPയും ഇതും അങ്ങനെ അതൊക്കെ എടുത്തു. നിൽക്കണൊക്കെ എൻ്റെ ചാർജ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 6% ഉള്ളൂ. പിന്നെ ഇവിടെയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ലാഗ് വന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ കുറച്ച് നേരം വിളിച്ചു. പിന്നെ ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല ലാഗ്, എനിക്ക് കണ്ണ് നേരെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വെടിവെച്ച് വന്നിട്ട് ഇന്ന് ഗ്ലൂ വാൾ ഇട്ട് നോക്കി, പക്ഷെ ഗ്ലൂ വാൾ വന്നില്ല കേസ്. ഓക്കെ എന്നിട്ട് ഞാനാണെങ്കിൽ ഒന്നും കൂടെ വെടിവെച്ചു. വലിയ കുഴപ്പമില്ല, എങ്കിലും എനിക്ക് ചെറുതായിട്ട് ലാഗുണ്ട്. ഓക്കെ അപ്പം ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ മുതുലാകെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുലാക്. എന്നിട്ട് ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അതായത് മോൺസ്റ്റേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് നീ ഭയങ്കര ലാഗ് തന്നെ. ഓക്കെ എന്നപ്പോഴേക്ക് എൻ്റെ അനിയൻ കയറി ചെന്ന് റഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയൻ്റെ കാര്യമാണ് ഞാൻ തപ്പുന്നത്. അപ്പോഴേക്കും മോൺസ്റ്റേട്ടൻ മുകളിൽ ഗ്ലൂ വാർഡ് കണ്ടു. അപ്പോഴാണ് ഈ മോൺസ്റ്റേട്ടൻ്റെ മണ്ടരാന്ന് ഓടാൻ മനസ്സിലാവുന്നത്. അപ്പോഴേക്കും എൻ്റെ അനിയൻ ഇഗ്നിസ് ഇട്ടു, പക്ഷേ ഒരു കാര്യമില്ലായിരുന്നു. എന്നപ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ വെടിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് നല്ല ലാഗായതുകൊണ്ട് ഞാൻ നേരെ കവർ എടുത്തു. എന്നിട്ട് ഞാൻ ഒന്നും വെടി വെച്ചു, പക്ഷേ എനിക്ക് നല്ല ലാഗ് വന്നു. അപ്പോഴേക്കും ഞാനൊരുമാതിരി ഞാൻ കുറച്ച് ഡാം കൊടുത്തു. ഓക്കെ 44 കൊടുത്തു. ഞാൻ പിന്നെയും വെടി വെച്ചു, പക്ഷെ അത് കയറിയില്ല. എന്നപ്പോഴേക്കും എൻ്റെ അനിയൻ അടിച്ച് നോക്കം കിട്ടു. ചേട്ടൻ അവൻ്റെ കില്ല്, അയ്യോ ഞാൻ കളിച്ച് വിടുകയാണ്. ഓക്കെ ഗൈസ്. ഓക്കെ ആൻഡ് ആ ടൈമിൽ പെട്ടെന്ന് മോൺസ്റ്റേട്ടൻ വന്നു. ഞാനാണെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ടൊന്നും കയറുന്നില്ല ഗൈസ്, എനിക്ക് അത്രയും ലാഗായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്നാണെങ്കിൽ ഇവിടെ ഒരുമാതിരി മൈക്കിൾ ജാക്സനെ പോലെ മുസാനെ പോലെ കുറച്ച് മൂൺ വാക്കൊക്കെ അടിച്ചു. ഞാൻ അങ്ങനെ വെടിവെക്കുന്നുണ്ട്, പക്ഷേ ഇത് കയറുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ്. ഞാൻ തോക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ അവിടെ ഗ്ലൂ വാൾ കിട്ടും, എനിക്ക് ഏതാണ്ട് നല്ല ലാഗുണ്ടായിരുന്നു. ഓക്കെ ഞാൻ നേരെ M18 എടുത്തു. ഞാൻ ഗ്ലൂവിൻ്റെ അകത്തുനിന്നൊക്കെ പോവാം. ഞാൻ പിന്നെ ഒരുമാതിരി ഊഹം വെച്ചൊരു വെടിവെക്കാമെന്ന് വിചാരിച്ചു. വെടിവെച്ചു, പക്ഷെ ജസ്റ്റ് മിസ്. പിന്നെ എനിക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അങ്ങ് ഒറിയോൺ ഇട്ടുകൊണ്ടൊരു 1 ടാപ്പ് ഒഴിവായി. സോ അതായത് മോൺസ്റ്റേട്ടൻ എന്നെ
വൺ ടാപ്പ് അടിക്കേണ്ടായിരുന്നു. സോ ഞാൻ നമ്മളേക്കും ഗ്ലൂ ആയിട്ടൊന്ന് ഒഴിയാൻ നോക്കി. ആ ടീമിലാണ് ഇതിങ്ങനെ തീർക്കാണ്ട് ഇങ്ങനെ പോകുന്നത്. സോ ഞാൻ നേരെ വെടിവെച്ചു, പക്ഷെ കയറുന്നില്ലായിരുന്നു. ഞാൻ പിന്നെയും വെടിവെച്ചു, പിന്നെ അതും കയറിയില്ല. ചക്കയ്ക്ക് ഒരു ഹെഡ് അങ്ങ് കയറി. സോ അത് മോൺസ്റ്റേട്ടന് അവിടെ എന്താ മറ്റേ റിലോഡ് വന്നുകൊണ്ട് എനിക്ക് വൺ ടാപ്പ് അടിക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്നെ അടിച്ചിട്ടേനെ, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. സത്യം. എന്നപ്പോഴേക്കും ഞാനെനിക്ക് ഈ മെഡിക്കിറ്റ് വർക്കും റിസ്റ്റോറിപ്പിയും ടീം ബൂസ്റ്റും എടുത്തു. പിന്നെ വേറെന്തോ സാധനം കൊണ്ട് എടുത്തു. എന്നാൽ അതെല്ലാം എടുത്തത് ഞാൻ നിൽക്കുകയാണ്. ഓക്കെ, സോ ഇനി 7 കളിയാണ് ടോട്ടലുള്ളത്. ഓക്കെ, അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുന്ന ടീമിലാണ് എൻ്റെ അനിയൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊന്നും കേട്ടില്ല. കേട്ട് പക്ഷെ ഓർമ്മയില്ല. പിന്നെ ഞാൻ ഈ കുറച്ച് വെടിവെച്ചു, ചുമ്മാ ഒരു രസത്തിന് ഡെസേർട്ട് വെച്ച് വെടിവെച്ചുകൊണ്ടിരുന്നു. ഇത് ഞാൻ വുഡ് പക്കർ എടുത്തപ്പോഴേക്കും എൻ്റെ അനിയൻ ഇഗ്നിസിലിട്ടു. അപ്പം അവിടെ പേര് മോൺസ്റ്റേട്ടർ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കുറച്ച് ഡാം കൊടുക്കാൻ നോക്കി, ഡ്രാഗ് ചെയ്തു, പക്ഷെ ഒന്നും കയറിയില്ല. പിന്നെ ഞാൻ ഡ്രാഗ് ചെയ്തു, ഒന്നും കയറിയില്ല. അപ്പോഴേക്കും എനിക്ക് ലാഗ് തുടങ്ങി. എന്നപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പുറകിൽ ചെന്നായിരുന്നു. അവൻ ചാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ചാവുന്നില്ലെന്ന് കണ്ടപ്പോഴേക്കും ഞാനാണ് ഈ പതുക്കെ പുറകിൽ നിന്ന് ഒന്ന് വെടിവെച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വെടിവെച്ചു, പക്ഷെ കയറിയില്ല. പിന്നെ വെടിവെച്ചു, കയറിയില്ല. എന്തായാലും മോൺസ്റ്റർ എനിക്ക് നല്ല ഡാം വന്നതുകൊണ്ട് ഞാനാണെങ്കിൽ നൈര് ഉള്ളതുകൊണ്ട് ഞാൻ മൊത്തം ഗ്ലൂ ആയിട്ട് വന്നു. അപ്പോഴേക്കും എൻ്റെ മുതലാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മുതലാകും. പിന്നെ ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴേക്കും എൻ്റെ അനിയനാണെങ്കിൽ തലകുത്തി വീണല്ല, നോക്കായി. അങ്ങനെ ഞാനാണെങ്കിൽ വന്നിട്ട് ഈ സൈഡിൽ കൂടെ വന്ന് ഇതിൽ കൂടെ കയറിയപ്പോൾ ദേ മോൺസ്റ്റേട്ടൻ. അപ്പോഴേക്കും മോൺസ്റ്റേട്ടൻ എൻ്റെ എംട്ടം വെച്ചിട്ട് എൻ്റെ തല 2 ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത കളി പറഞ്ഞു. ഞാനാണെങ്കിൽ മേലേക്ക് ഇട്ടു, ഡെസേർട്ട് ഈഗിൾ എടുത്തു, പിന്നെ M18 X എടുത്തു, പിന്നെ വുഡ് പക്കർ എടുത്തു, പിന്നെ ഗ്ലൂവ എടുത്തു, പിന്നെ ഹെൽമെറ്റും വെസ്റ്റും എടുത്തു, പിന്നെ മെഡിക്കിറ്റ് പെർക്ക്, റിസ്റ്റോറിപ്പി, ടീം ബൂസ്റ്റ്, കിക്കിപ്പി, കൺവെൻഷൻ അതെടുത്തു. ഞാൻ അതൊക്കെ എടുത്ത് ഞാൻ ഡെസേർട്ടും അതും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കണം. ഓക്കെ, സോ ഞാൻ ഈ 1 വെടിവെച്ചു, 2 വെടിവെച്ചു. അതായത് ഞാൻ ഡെസേർട്ട് വെച്ച് ചുമ്മാ വെടിവെക്കുന്നത്, എന്ത് എനിക്കൊരു മാതിരി കഴിയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചാടി വന്ന് വെടിവെക്കുന്ന ഒരുമാതിരി രീതിയിലേ അങ്ങനെ വെടിവെക്കാൻ നോക്കിയതാണ്. പക്ഷെ ആകാശത്തെ മൊത്തം കൊള്ളുന്നു. അങ്ങനെ നിൽക്കുന്ന നിൽക്കും എൻ്റെ ഫ്രണ്ടിലേക്ക്. അപ്പോഴേക്കും ഞാൻ ഒറിയോൺ ഇട്ടു. പിന്നെ എനിക്ക് കുറച്ച് ലാഗുകൊണ്ട് ഞാൻ കുറച്ച് അധികം നേരം ഇട്ടു. ആ ടൈമിലാണ് എനിക്ക് എന്നെ 60 HP ആക്കി ഇട്ടു. ഞാൻ അപ്പോഴേക്കും നേരെ വന്ന് ഇതിൽ കൂടെ ഒളിച്ച് കണ്ട വഴി വിട്ടു. ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്ലൂവാൾ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും എൻ്റെ അനിയൻ നോക്കായി. ഞാനൊരു കാണുമ്പോൾ ഒരു ഹാക്കറിനെ പോലെ ഉണ്ടല്ലേ, അത് പറഞ്ഞിട്ട് എൻ്റെ അനിയനെ കാണിച്ചു കൊടുക്കാൻ പോയതാണ്. പക്ഷേ എൻ്റെ അനിയൻ ആ സമയത്ത് ചാവുന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ വന്നില്ല. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തപ്പോൾ വന്നു. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞു നീ മര്യാദക്ക് കൊല്ലാൻ. അപ്പോഴേക്കും ഞാനൊരു 46 കൊടുത്തു. പിന്നെ കൊടുത്ത മൊത്തം ഗ്ലൂവാളുണ്ട്. അപ്പോഴേക്കും മോൺസ്റ്റേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും എനിക്ക് പേടിയായിട്ട് ഞാൻ ഗ്ലൂവാൾ ഇട്ടു. വന്നപ്പോഴേക്കും ഇതേ മോൺസ്റ്റേട്ടൻ എന്നെ ഒന്ന് അടിച്ചു, വെടി വെച്ച് നല്ല ഡാം വരുമല്ല, എന്നെ എംട്ടം വെച്ചിട്ട് എൻ്റെ തല 2 ആക്കി വിട്ടു ഗൈസ്. ഓക്കെ, അങ്ങനെ മോൺസ്റ്റേട്ടൻ ഒരു കംബാക്ക് ആയിട്ട് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ഒരു കളിയും കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ പതിവ് പോലെ തന്നെ ഡെസേർട്ട് M18 X പിന്നെ വുഡ് പെക്കർ മറിച്ചത് അതും ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒറിയോണ് വേണ്ടിയിട്ടാണ് ഈ EPയും അതും ഇതൊക്കെ എടുക്കുന്നതൊക്കെ. സോ ഞാനാണെങ്കിൽ സ്വിച്ചൊക്കെ ചെയ്ത് നടന്ന് ഞാൻ ഒന്ന് വെടിവെച്ചു, എങ്ങാനും കൊണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ഗ്ലൂവാൾ ഇട്ടപ്പോഴാണ് ഗൈസ് എനിക്ക് ലാഗ് പിന്നീതും മുന്നേ. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അന്നപ്പോഴേക്ക് എൻ്റെ അനിയനാണെങ്കിൽ റഷ് ചെയ്ത് പോയതേക്കുന്ന മോൺസ്റ്ററിൻ്റെ അടുത്തേക്കാണ്. ഭയങ്കര കാര്യമായിട്ട് റഷ് ചെയ്ത് പോയതാണ്, പക്ഷെ ഇപ്പം ചത്തു. സോ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്താൽ മതി, എല്ലാം മോൺസ്റ്ററായിട്ട് നോക്കിക്കോളും, ഞാനൊന്നും ചെയ്യണ്ട. അപ്പോഴേക്കും ഞാനെനിക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തു. പക്ഷെ ഞാൻ ഡ്രാഗ് ചെയ്തത് ഫയർ ബട്ടണിൽ കൊണ്ടില്ല, അതുകൊണ്ട് ചുമ്മാ ഡ്രാഗായിപ്പോയി.
എന്നിട്ട് ഞാൻ ഒന്ന് ഒറിയോൺ ഇട്ടു. ഒറിയോൺ ഇട്ട് ഞാൻ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു, കാരണം കുറച്ച് വെറുപ്പായിട്ട് തോന്നിയാലോ അല്ലേ എന്ന് ആലോചിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് സ്വിച്ച് ചെയ്തു, അല്ല ഒന്ന് റിലോഡ് ചെയ്തു, വന്നു വെടിവെച്ചു, കഷ്ടിക്ക് കൊണ്ടു. സോ ഡ്രാഗ് ചെയ്തപ്പോൾ എങ്ങനെയോ കൊണ്ടു. അങ്ങനെ ആ കളി എങ്ങനെ എടുത്തു. പിന്നെ മെഡിക്കറ്റ് വർക്ക്, റിസ്റ്റോർ ഇ പി, ടീം ബൂസ്റ്റ്, ഇ പി അത് സംഭവം എടുത്തു. അതൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഈ അപ്രൂവ് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന ടൈമിലാണ് സോ അങ്ങനെ കൊണ്ടുവരുന്നു. ഓക്കെ, ഈ മുത്തശ്ശൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുത്തശ്ശൻ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നതാ. ഓക്കെ, ബാക്ക് ടു അവർ പരിപാടി. സോ ഞാനങ്ങനെ M1 എടുത്തു. പ്രത്യേകിച്ചൊന്നും പണിയില്ല. ആ ടൈമിലാണ് ഞാൻ മോൺസ്റ്ററിനെ കണ്ടത്. ഞാൻ നേരെ ഡ്രാഗ് കൊടുത്തു, പക്ഷെ ഒന്നും കയറിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ ഗ്ലൂ ആയിട്ടൊന്ന് ട്രാപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് ഞാൻ നേരെ വെടിവെച്ചു. ബ്രോ എങ്ങനെയോ കയറി. പിന്നെ എന്നെ പൊട്ടാനിയെ റഷ് ചെയ്യാത്തതുകൊണ്ട് അവന് ജീവനോട്ട് ഇരിക്കാൻ പറ്റി. അങ്ങനെ നിൽക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു അവസാനത്തെ കളി അടുത്ത കളി വന്നിച്ചു. അടുത്ത കളിയാണ്. ഞാൻ അതും ഇതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റത്തെ കളിയാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി പതുക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കില്ലർ സ്കോഡി ജോയിൻ ആയെന്ന് കാണിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എനിമിയിലോ ടീമിലോ എങ്ങാണ്ട് റൂമിലേക്ക് അവൻ ഇടയ്ക്ക ജോയിൻ ആയെന്ന്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വരുന്ന ടൈമിലാണ് മോൺസ്റ്റേട്ടൻ കാണാനില്ലാത്തത്. അപ്പോൾ മോൺസ്റ്റേട്ടൻ എവിടെ നിന്നോ വിളിച്ച് ടീറക്സിനെ പോലെ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. ഫ്രണ്ട് ചെയ്ത് വന്നോ. ഓക്കെ, എന്തായാലും ഞാൻ ഒറിയോൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒറിയോൺ ഇട്ടു. ഞാൻ നേരെ വെടിവെച്ചു. ഞാൻ ഒന്നും കൊണ്ട് അടിച്ചു, ഡ്രാഗ് കൊണ്ടില്ല. ഒന്നും അടിച്ചു, അത് കൊണ്ടില്ല. അങ്ങനെ അടുത്തടിച്ചു. ഓക്കെ, കൊണ്ടുപോയി. അങ്ങനെ ഡ്രാഗ് കൊണ്ടുപോയി. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.